ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ചരിത്ര നിമിഷത്തിൻ്റെ മുന്നിലാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വയനാട് മുണ്ടക്കൈ ദുരന്തം. ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുരന്തമായിരുന്നു അത്. അന്ന് ഒരുപാട് ഉറ്റവരും ഉടവരും സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവരെ. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വയനാട് ടൗൺഷിപ്പ്, ആ ടൗൺഷിപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്നിട്ട് ഇന്നിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ടൗൺഷിപ്പിന് ഇനാഗുറേഷൻ നടത്തി. അന്ന് ജീവനും ജീവനോപാധികളും നഷ്ടപ്പെട്ട ഒരുപാട് ജനങ്ങൾക്ക് ഇന്നിത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും. കാരണം അവർക്ക് ഇന്ന് ഈ വീടിൻ്റെ താക്കോൽ അവർക്കിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്തു. നമ്മളിപ്പോൾ ആ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറുകയാണ്. അത്യാവശ്യം നല്ലൊരു വീട്, ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു വീട്, അത്യാവശ്യം നല്ല സാധനങ്ങളെ കൊണ്ട് നിർമ്മിച്ച എല്ലാ പണിയും പൂർത്തിയായത് വീട്. 2 ബാത്റൂമുണ്ട്, അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, ഒരു കോമൺ ബാത്റൂം പുറത്തുണ്ട്, പിന്നെ 2 അടുക്കള, ടൗൺഷിപ്പിൻ്റെ ഇനാഗുറേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേര് കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇപ്പം നമ്മൾ ആരാണെങ്കിലും തീർച്ചയായിട്ടും ഇത് കാണണം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ എല്ലാ വീടുകളിലും സോളാർ സംവിധാനം റെഡിയാക്കിയിട്ടുണ്ട്. ഓരോ പാനലുകൾ, ഓരോ ഡിവിഷനാക്കിയിട്ടാണ് ഇവിടെ വീടുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഓരോ ഡിവിഷനിലേക്കും ഓരോ റോഡുകൾ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുന്ന അവിടുത്തെ ചെറിയൊരു ഗാർഡനാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗാർഡൻ. അപ്പോൾ എന്തായാലും വയനാട് ടൗൺഷിപ്പ് അതൊരു മാതൃകയാണ്. ഇവിടെ ജീവിക്കാൻ പോകുന്ന മനുഷ്യർ അവരിവിടെ സുരക്ഷിതരായിരിക്കും.